ഹായ്, എല്ലാവരും എന്നാ പറയുന്നു? സുഖം തന്നെയല്ലേ? ഇപ്പം കോവിഡൊക്കെ പോകുന്നതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുന്നില്ലേ? ഞങ്ങളുടെ ഇവിടെ പിന്നെയും കോവിഡ് തുടങ്ങി കേട്ടോ. എല്ലാവരും എക്സ്ട്രാ കെയർ എടുക്കുക, പ്രത്യേകിച്ച് കോവിഡൊക്കെ പോകുന്നതുകൊണ്ട്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഡിഷ് ഓംലെറ്റ് ലെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓംലെറ്റ് ലെയർ ആയിട്ട് പതുക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന ഒരു സംഭവം. എന്നിട്ട് ഇത് റോളായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് അവസാനം നമുക്കൊരു റോള് മാത്രമേ കിട്ടുള്ളൂ. അത് നമ്മൾ കട്ട് ചെയ്ത് പീസാക്കി നമുക്കത് കഴിക്കാവുന്നതാണ്. എന്നാൽ ഇൻഗ്രീഡിയൻസ് നോക്കിയാലോ. 4 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തത് ഒരേ ഷേപ്പിൽ, 1 ഓണിയൻ ഗ്രേറ്റ് ചെയ്തെടുത്തത് ഒരേ ഷേപ്പിൽ, 1/4 കാബേജ് അരിഞ്ഞെടുത്തത്. നമ്മളിവിടെ ഇതിന് 7 എഗ്ഗാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ അതർ ഇൻഗ്രീഡിയൻസ് പറയുന്നത് 1/2 ടീസ്പൂൺ ടർമറിക് പൗഡർ, 1 ടീസ്പൂൺ സോൾട്ട്, 1 ടീസ്പൂൺ പെപ്പർ, ഓംലെറ്റിന് ആവശ്യമായ ഓയിൽ. എല്ലാം നമുക്കിതൊന്ന് ട്രൈ ചെയ്യാം. നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ മസാല എല്ലാം ഇടാം. മഞ്ഞൾ നല്ല കളർ കിട്ടാൻ കേട്ടോ. പിന്നെ പെപ്പർ ഒരു ശകല എരിവൊക്കെ വരാൻ വേണ്ടി. പിന്നെ സോൾട്ട് നിങ്ങൾക്കറിയാം, നല്ല ടേസ്റ്റ് കിട്ടാൻ. നമുക്കിത് വിസ്ക് ചെയ്തെടുക്കാം. നമുക്ക് നമ്മുടെ ഒണിയൻ ഇടാം ആദ്യം. ഇത് കഴിഞ്ഞ് ആവശ്യമുള്ള കാരറ്റ്, അത് കഴിഞ്ഞ് കാബേജ്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഓക്കെ, ഈ സ്പൂൺ എടുക്കാം, അതായിരിക്കും നല്ലത്. നല്ല രീതിയിൽ മിക്സ് ആകണം കേട്ടോ, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. ഓക്കെ, നല്ല രീതിയിൽ മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പതുക്കെ ഫ്രൈ ചെയ്തെടുക്കാം. എന്നാൽ ഞാൻ ഫ്രൈ പാൻ റെഡിയായി ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ കുക്കിംഗ് കഴിഞ്ഞ് ഓണാക്കാം. ഓക്കെ, ഇത് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഓയിൽ ഒഴിക്കാം. പാൻ ചൂടായി, ഞാൻ എണ്ണ എടുക്കുമ്പോൾ ഇനി നമുക്ക് പതുക്കെ ഇത് മടക്കാൻ തുടങ്ങാവേ. ഇവിടെ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് പതുക്കെ ഒരു മണക്കൂടെ ഒരു സൈഡിലോട്ടാക്കാം. അപ്പം നമുക്ക് അടുത്ത ലെയർ ഇടാനുള്ള സ്പേസ് കിട്ടും. ഒരു പ്രാവശ്യത്തെ ഒന്നുകൂടി ഇടാം. ഒരു ലെയർ കൂടെ ഇടാം. നമുക്ക് പതുക്കെ സൈഡിലോട്ടാക്കാം. ഇതൊരു നല്ല ഡിഷാണ് കേട്ടോ, ഈവനിങ് സ്നാക്സ് പോലെ പിള്ളേർക്കൊക്കെ പ്രത്യേകിച്ച് കഴിക്കാൻ, ചായക്കൊക്കെ. ഇതിൻ്റെ കൂടെ നമുക്ക് ചെറിയ ടിപ്സ് കെച്ചപ്പൊക്കെ ആയിട്ട് കഴിക്കാം. ഞാൻ ഒന്നുകൂടെ മടക്കുവാണേ, സൂക്ഷിച്ച് വേണം കേട്ടോ, അല്ലെങ്കിൽ ശരിക്ക് വിട്ടിങ് പോരും. ഇതാണ് ഫുഡ് ടെക്നോളജി എന്ന് പറയുന്നത്. ഓക്കെ, ലാസ്റ്റ് ഒറ്റ ട്രൈ കൂടെയുള്ള കഴിഞ്ഞു. നമ്മുടെ ഓംലെറ്റ് ലെയർ ഏകദേശം അവസാനത്തെ ലെയറിലോട്ട് കരിയുകയും ചെയ്യില്ല. കരിഞ്ഞ് കഴിഞ്ഞാൽ മുട്ടയല്ല, പെട്ടെന്ന് അത് വേണമാവും, ടേസ്റ്റ് കാണിയല്ല. നമ്മുടെ ഓംലെറ്റ് റോൾ അത്യാവശ്യം റെഡി ആയിട്ടുണ്ട്.
പൊട്ടിയില്ല കേട്ടോ. ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റി ഞാനിത് കട്ട് ചെയ്താൽ ചെറിയ ചെറിയ ലെയറായിട്ട്. ഭയങ്കര ജെൻറ്റിലായിട്ട് ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഷേപ്പിൽ വരാനാണ്. നമ്മുടെ ഓംലെറ്റ് ലെയർ റെഡി. ഏതിൻ്റെ കൂടെ വേണമെങ്കിലും പോകും കേട്ടോ. നൂഡിൽസിൻ്റെ കൂടെ കഴിക്കാം, ചോറിൻ്റെ കൂടെ കഴിക്കാം, ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, പൊറോട്ടയുടെ കൂടെ കഴിക്കാം. നിങ്ങൾക്കറിയത്തില്ലേ, എല്ലാ ലെയറും നല്ല രീതിയിൽ ഫ്രൈ ആയിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ ഇത് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് തോന്നും, പക്ഷേ വളരെ സിമ്പിളാണ്. നിങ്ങൾ ഞാൻ ഉണ്ടാക്കുന്നത് തന്നെ കണ്ടില്ലേ. ഇപ്പോൾ പിള്ളേർക്ക് പെട്ടെന്ന് ഒരു ഓംലെറ്റ് വേണമെന്ന് പറയുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർ പറയും, ഈ മമ്മി എപ്പോഴും ഒരേപോലെ ഉണ്ടാക്കി തരാം, എന്തെങ്കിലും ഡിഫറെൻറ്റ് ആയിട്ട് ഉണ്ടാക്കി തരാൻ അവർ പറയും. അപ്പം ഇത് ട്രൈ ചെയ്യാം. അപ്പോൾ ഓ മമ്മി നല്ല രസമുണ്ടല്ലോ, നല്ല കേക്ക് പോലെ ഇരിക്കുന്നത്, അല്ല ബണ്ണ് പോലെ ഇരിക്കുന്നത്. അപ്പം പിള്ളേരെ ആകർഷിക്കാൻ പറ്റിയ ഒരു നല്ല ഡിഷാണ്. ദയവായി ട്രൈ ചെയ്യൂ. പിന്നെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പ്രത്യേകം കമൻറ്റ് ചെയ്യണേ. അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.